ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ ദിവസം ഒന്നും ആയില്ല. കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളുടെയൊക്കെ ബാലൻസായിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പനിയാണ്. പനി ചെറിയ കുറവുണ്ട്, എന്നാലും അതിൻ്റെ കൂടെ നല്ല എട്ടിൻ്റെ പണിയൊക്കെ കിട്ടിയിട്ടിരിക്കും കേട്ടോ. അതെന്താണെന്ന് വഴിയേ പറയാവേ. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുക കേട്ടോ. കാരണം ഭയങ്കര ഈച്ച ശല്യം ആയതുകൊണ്ട് ഈ ഹാൻഡ് വാഷ് ഒഴിച്ചിട്ട് ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ സൗണ്ടിന് ചില വ്യത്യാസങ്ങൾ ഇന്നത്തെ വ്ളോഗിലും കാണും. കാരണം വോയിസ് ഓവർ ചെയ്യുമ്പോഴും എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല. ബാക്കി ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സൗണ്ടിൻ്റെ പ്രശ്നം, പിന്നെ തൊണ്ടയടപ്പ്, അങ്ങനത്തെ പ്രശ്നമേ ഉള്ളൂ. ബാക്കി അല്ലാതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ രാവിലെ ഇന്നലത്തെ കഞ്ഞിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ കഞ്ഞിയാണ് വെച്ചത്, കഞ്ഞിയും പയറും. അപ്പോൾ അത് ബാക്കിയുണ്ടായിരുന്നു. അത് പിന്നെ ഞാനെടുത്ത് കളഞ്ഞു. ഒരു ശകലേ ഉള്ളായിരുന്നു. പിന്നെ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. രാവിലെ ഉപ്പുമാവാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഉപ്പുമാവിൻ്റെ വിശേഷങ്ങൾ മാത്രമേ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷം നിങ്ങൾ കാണത്തുള്ളൂ. പിന്നെ ബാക്കി അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിരിക്കും കേട്ടോ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നത്. ഒറ്റ വ്ളോഗായിട്ട് ഇട്ടേക്കുക കേട്ടോ. കാരണം വേറൊന്നുമല്ല, രാവിലെ കാപ്പിക്ക് ഉപ്പുമാവ് എടുത്തിട്ട് കഴിച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. ഉറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഒന്നും ചെയ്യാനും എനിക്ക് വയ്യായിരുന്നു കേട്ടോ. തളർച്ചയാണോ ക്ഷീണമാണോ എന്താണെന്നറിയത്തില്ല. നട്ടെല്ല് വേദനയാണോ, 2 ദിവസമായിട്ട് നട്ടെല്ലിന് നല്ല വേദനയുണ്ട് കേട്ടോ. എന്താണെന്നൊന്നും അറിയത്തില്ല. PCODയുടെ ആണോയെന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. കുറവില്ലെങ്കിൽ ഒന്ന് കൊണ്ട് കാണിക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നല്ല നട്ടെല്ല് വേദന ഉണ്ടായിരുന്നു. ചേട്ടയും കൊണ്ട് തടവിപ്പിക്കും. എന്നാലും തടവുമ്പോൾ ഒരാശ്വാസം കിട്ടുമെന്നല്ലാതെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആ വേദന തിരിച്ചു വരും കേട്ടോ. നല്ല വേദന, കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ റീസൺ ഏറ്റവും ലാസ്റ്റ്, ഈ വീഡിയോയുടെ ലാസ്റ്റാണ് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലത്തെ പാത്രങ്ങളാട്ടോ കഴുകാനുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ആദ്യമേ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉപ്പുമാവായതുകൊണ്ട് പെട്ടെന്നാവുമല്ലോ. സവാളയും ക്യാരറ്റും ഒക്കെ അരിയുന്ന താമസമേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണമായിരുന്നു. പക്ഷേ വയ്യായിരുന്നു കേട്ടോ. ഒട്ടും ആവതില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ വെച്ചിട്ടങ്ങ് പോവും. പിന്നെ ചേട്ടായി കാണുന്നതെല്ലാം കുറേശ്ശെ ഞാൻ കഴുകി വയ്ക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി കഴിച്ച് കഴിഞ്ഞപ്പം കുറച്ച് 1-2 പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമേ ഉള്ളായിരുന്നേ. പിന്നെ ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അതുതന്നെ വലിയ കാര്യം. അതുകൊണ്ട് എനിക്ക് അധികം പാത്രങ്ങളൊന്നും ഈ പനി വന്നതിന് ശേഷം കഴുകേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്താ പറയുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. പിന്നെ നീലൂട്ടനെ 2 ദിവസമായി അംഗൻവാടി വിട്ടിട്ട്. ഇന്നലെ അംഗൻവാടി ഇല്ലായിരുന്നു, പിന്നെ ഇന്ന് വിട്ടില്ല. ഇനി നാളെയും കൂടെ വിടത്തില്ല. നാളെ ശനിയാഴ്ചയല്ലേ, ശനിയാഴ്ചയും കൂടെ വിടത്തില്ല. ഈ വീഡിയോ വരുന്നത് ശനിയാഴ്ച വൈകിട്ടായിരിക്കും കേട്ടോ. ശനിയാഴ്ച വൈകിട്ട് 6:30-ക്കായിരിക്കും. ഞാൻ മിക്ക ദിവസവും 6 മണി കഴിഞ്ഞ ടൈമിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ വീഡിയോ കാണുമ്പോഴേ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസിന് വ്യൂസ് കൂടത്തുള്ളൂ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മാത്രമല്ല, ഇതേപോലുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഏറ്റവും കൂടുതലും സാധാരണക്കാരാട്ടോ. ഈ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത്, വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായിരിക്കും. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുക കേട്ടോ. അല്ലാതെ ഈ എന്താ പറയുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. എന്നാലും ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതേപോലെ നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ളവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. അവരെല്ലാം ഇനിയും മുന്നോട്ട് എന്താ പറയുക, ജീവിതത്തിലായാലും സ്വന്തം ആയിട്ടായാലും മുമ്പോട്ട് നല്ല രീതിയിൽ മുന്നേറാനുള്ളത് അവരായിരിക്കുമല്ലോ. അപ്പം നമ്മൾ സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഇതേപോലെ വീഡിയോസൊക്കെ വ്ളോഗൊക്കെ ചെയ്യുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വ്ളോഗൊക്കെ ഇട്ടതിന് ശേഷം സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നെഗറ്റീവൊക്കെ വരുന്നുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളിഷ്ടമുള്ളത് പറഞ്ഞോളി, ഒരു കുഴപ്പവും ഇല്ല. നമുക്കിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും
നമ്മൾ അധ്വാനിച്ചാലേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റൂ. മറ്റുള്ളവർ പലതും പറയും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നവരാരും നമുക്ക് ചിലവിന് കൊണ്ടുതരത്തില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുക, അതാണ് നല്ലത്. വ്ളോഗ് ചെയ്യുന്നവരോടും എനിക്കതാണ് പറയാനുള്ളത്. പലരും പല രീതിയിലും നമ്മളെ തളർത്താനായിട്ട് നോക്കും. പക്ഷേ അതൊന്നും കേട്ട് നിൽക്കരുത്. നമ്മൾ കേട്ടിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കരുത്. കുറച്ചുകൂടെ മുന്നോട്ട് പോവുക കേട്ടോ. അതേ ഉള്ളൂ പറയാൻ. അപ്പോൾ രാവിലെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറി പോകും പോലെ തോന്നുന്നു. എന്തൊക്കെയോ പറഞ്ഞ് കയറിപ്പോകുന്നു. അപ്പോൾ രാവിലെ ഉപ്പുമാവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉപ്പുമാവിന് ക്യാരറ്റും സവാളയും അരിഞ്ഞെടുക്കുക കേട്ടോ. ബീൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു പൊളി പൊളിച്ചേനെ. ഒട്ടും വയ്യാതെ നിൽക്കുക കേട്ടോ. ഞാൻ തല നനച്ചിട്ട് തന്നെ 4 ദിവസമായി. ഇന്നും കൂടിയാവുമ്പം ഇപ്പോഴും കൂടിയാകുമ്പോൾ 4 ദിവസമാവും ഞാൻ തല നനച്ചിട്ട്. താരൻ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക എൻ്റെ തലയിൽ. ഹെയർ കെയർ ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഈ പനിയൊക്കെ മാറിയിട്ട് വേണം ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനിട്ട വ്ളോഗിൽ മുടിയെ പറ്റിയിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഹെയർ കെയർ വീഡിയോ ചെയ്യുമോയെന്ന് ചോദിച്ചുകൊണ്ട്. ഞാനങ്ങനെ അധികം ഹെയർ കെയർ ഒന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ഈ താരൻ കൂടുന്ന സമയത്ത്, അതായത് താരൻ ഇങ്ങനെ ഇളകി വരുന്ന അവസ്ഥയിലാവുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാച്ചിയ എണ്ണയുണ്ട് കേട്ടോ. എൻ്റെ അമ്മ കാച്ചി തരുന്ന എണ്ണയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഞാനങ്ങ് തലയിൽ തേച്ച് നല്ല രീതിയിലങ്ങ് മസാജ് ചെയ്യും കേട്ടോ. മസാജ് ചെയ്തതിന് ശേഷം ഷാമ്പു, അതായത് 1 കപ്പ് വെള്ളത്തിൽ കുറച്ച് ഷാമ്പു ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഷാമ്പു വെള്ളം വെച്ച് തല കഴുകിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് താരൻ കുറയാറുണ്ട്. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആവും. പിന്നെയും അതുപോലെ ചെയ്യും. നമ്മൾ ഇടവിട്ട് ഒരാഴ്ചയിൽ 2-3 തവണ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി നമുക്ക് താരൻ്റെ ശല്യം കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇപ്പം ഇല്ല കേട്ടോ. ഒന്നാമത് എനിക്ക് പനി. പിന്നെ നമുക്ക് ഈ ഹെയർ കെയർ വീഡിയോസ് നാച്ചുറലായിട്ട് ചെയ്യണം, ഹോം മെയ്ഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പേരയില, കറിവേപ്പില അതൊക്കെ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് തേക്കുകയും ഉലുവ വെള്ളം തേക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പേരയില അരച്ച് തേക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ചെയ്യാനായിട്ട് പേര പോയിട്ട് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ താമസം മാറിയിട്ട് ഇപ്പം 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വീട്ടിൽ, അതായത് ഒന്നും നടാനോ എടുക്കാനോ അല്ലെങ്കിൽ കൃഷിയോ മണ്ണ് പോലും ഇല്ല കേട്ടോ. ചുറ്റും മറ്റേ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കോ. അപ്പം മണ്ണോ ചെടികളോ ഒന്നുമില്ല. പേരയിലയൊക്കെ എടുക്കണമെങ്കിൽ തന്നെ നമുക്കിപ്പം പുറത്തെവിടെയെങ്കിലും പോയിട്ട് തിരക്കി പോയി പറിച്ചുകൊണ്ട് വരണം. അതാണ് അവസ്ഥ. അതുകൊണ്ടിപ്പോൾ ഹെയർ കെയർ ആയാലും ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട്, അതായത് കറിവേപ്പില നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും, ഉലുവ എല്ലാവരുടെയും വീട്ടിൽ കാണും, കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, ഇതൊക്കെ ഹെയർ കെയറിന് നല്ലതാണ് കേട്ടോ. ഹെയറിന് നല്ല എന്താ പറയുക, ഒരു കേടില്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ ഹെയറിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാട്ടോ ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. എൻ്റെ ഈ പനിയൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റാവട്ടെ. ഇനിയിപ്പം ഇന്ന് തല നനയ്ക്കുന്നില്ല. നാളെ കുറവുണ്ടെങ്കിൽ ഒന്ന് തല നനയ്ക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കാരണം 4 ദിവസമായി തല നനച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള അഴുക്കും താരനും എല്ലാം കൂടിയായി തല ഒരു അവിയൽ പരുവായിട്ടിരിക്കുക കേട്ടോ. മേല് കഴുകി എടുക്കുന്നേ ഉള്ളായിരുന്നു ഞാൻ ചൂടുവെള്ളത്തിൽ. അതിൻ്റെ കൂടെ ഇപ്പം ഭയങ്കര ചൂടും കൂടി ആയതുകൊണ്ട് മഴ എന്നും നമുക്ക് കിട്ടാറില്ല. ഇടവിട്ടൊക്കെയാണ് മഴ കിട്ടാറുള്ളത്. അതിൻ്റെ കൂടെ ചൂടും കൂടെ നല്ല രീതിയിൽ ഇളകുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിലും കൂടെ ദേഹം കഴുകുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്ന് വിട്ടുമാറി ഞാൻ പോകുന്നുണ്ട്. ഉപ്പുമാവാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കടുക് വറുത്തിട്ട് സവാളയും ക്യാരറ്റും കൂടി വഴറ്റി വേവിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ലായിരുന്നു കേട്ടോ. വഴറ്റിയപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇനിയിപ്പം ഈ വെള്ളം തിളച്ച് ക്യാരറ്റ് ഒന്നും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു. ക്യാരറ്റ് വെന്തതിന് ശേഷം റവ ഇട്ട് കൊടുക്കും കേട്ടോ.
റവ ഇട്ട് കൊടുത്തിട്ട് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എനിക്ക് ഭയങ്കര ഓർമ്മശക്തി ആയതുകൊണ്ട് ഞാനങ്ങ് മറന്നുപോയി തേങ്ങ തിരുമ്മി ചേർക്കുന്ന കാര്യം. ഈ വെള്ളം ഒഴിച്ച സമയത്ത് തേങ്ങ തിരുമിയത് ചേർക്കണമായിരുന്നു. ആ കാര്യം ഞാൻ വിട്ടുപോയി. തേങ്ങ തിരുമിയത് പോലും ഇല്ലായിരുന്നു. പിന്നെ വെള്ളം തിളച്ച് കഴിഞ്ഞ് റവ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ തേങ്ങയുടെ കാര്യം ഓർത്തത്. പിന്നെ പെട്ടെന്ന് അതങ്ങ് അടച്ച് വെച്ചിട്ട് കുറച്ച് തേങ്ങ തിരുവി അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത്, അതായത് ക്യാരറ്റിൻ്റെ കൂടെയൊക്കെ വെള്ളം ഒഴിച്ച് തിളയ്ക്കുന്ന സമയത്ത് തേങ്ങ ഇട്ട് കഴിഞ്ഞ് ആ വെള്ളത്തിൽ റവയൊക്കെ ഇട്ടെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഉപ്പുമാവിന്. പക്ഷേ ഞാൻ ഈ കാര്യം തേങ്ങയുടെ കാര്യം ഞാൻ വിട്ടുപോയി. കഴിഞ്ഞ തവണ 2 തവണ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോഴും ഞാൻ തേങ്ങ ചേർക്കാനായിട്ട് മറന്നുപോയായിരുന്നു. അന്ന് ഞാൻ തേങ്ങ ഇടാതെ ഉപ്പുമാവ് ഉണ്ടാക്കി. ഇപ്രാവശ്യം തേങ്ങ ചേർത്ത് തേങ്ങയുടെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടണമെന്ന് വിചാരിച്ചാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു കുറച്ച് അങ്ങ് തിരുമ്മി ചേർത്തേക്കാം, അതിൻ്റെ കൂടെ അങ്ങ് മിക്സാക്കി ഇളക്കി യോജിപ്പിച്ചങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഹെയർ കെയർ വീഡിയോസൊക്കെ നമ്മുടെ വരും വ്ളോഗിൽ ഒന്നീ വ്ളോഗായിട്ടിടാം, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഹെയറൊന്നും അങ്ങനെ കെയർ ചെയ്യാറേ ഇല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം മടി, രണ്ടാമത്തെ കാര്യം സമയം കിട്ടാറില്ല. നമ്മൾ വിചാരിച്ചാൽ സമയം കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല, അതാണ് പ്രശ്നം. മടിയാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഉപ്പുമാവെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കാപ്പി കുടിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി ഭയങ്കര ഉറക്കമായിരുന്നു. പിന്നെ ചേട്ടായി ഉച്ചയ്ക്ക് വന്ന് നീലൂട്ടനും ചേട്ടായിയും കൂടെ രാവിലത്തെ ഉപ്പുമാവാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ചോറിന് വേറെ കറി ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ ഒന്നും വെച്ചതും ഇല്ല. എനിക്ക് വയ്യായിരുന്നു, അങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും ഒന്നും വെച്ചില്ല. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേനും എനിക്ക് പീരീഡ്സും കൂടി അങ്ങ് ആയി കേട്ടോ, ഇന്നലെ വൈകിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു ആ നട്ടെല്ല് വേദനയും ക്ഷീണവും തളർച്ചയും കാലുവേദനയും കൈവേദനയും എല്ലാം വന്നത്. പക്ഷേ ഈ വരവിനായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റിയില്ല. പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടാട്ടോ എനിക്ക് മനസ്സിലായത് ഇതൊക്കെ ഇതിനായിരുന്നു എന്ന്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ്, അതായത് ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് തലയിൽ നിറച്ച് എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത് ഷാമ്പൂ തേച്ച് കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഞാൻ വന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി മാറ്റി വെച്ചു. പിന്നെ രാവിലെ കാപ്പിക്ക് ഇന്നലത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു, ചപ്പാത്തിയും ചൂടാക്കി. കോഴിയുടെ പാർട്സ് കറി ഉണ്ടായിരുന്നേ, അതും കൂടി എടുത്ത് ചൂടാക്കി എടുത്ത് കേട്ടോ. അപ്പോൾ കാപ്പിയെല്ലാം കുടിച്ചതിന് ശേഷം ചേട്ടായി ജോലിക്ക് പോയി. പിന്നെ നമ്മുടെ ഷുട്ടുമണി വന്നിട്ടുണ്ട്. ഷുട്ടുമണി ഇങ്ങനെ തല തടവി കൊടുക്കുന്നതും ചൊറിഞ്ഞു കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൈ മാറ്റി വെച്ചാലും അവൻ തല കൊണ്ടുവന്ന് എൻ്റെ കയ്യിലിങ്ങനെ തൊട്ടുരുമി പോകും തല തടവി കൊടുക്കാനായിട്ട്, കണ്ടില്ലേ. അപ്പോൾ അവന് ചപ്പാത്തിയും ലിവറും കൂടി പുരട്ടി കൊടുത്തപ്പോൾ അവനത് കഴിച്ചിട്ട് വയറ് നിറഞ്ഞ് വന്ന് കിടക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചോറ് വയ്ക്കും കേട്ടോ. ഇന്ന് ഉച്ചക്കലത്തേന് പാർട്സ് കറിയുണ്ട്, എനിക്ക് പാർട്സ് കറിയും ചോറുമുണ്ട്. നീലൂട്ടന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് മുട്ടയും പൊരിച്ച് തോരനും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ചോറെല്ലാം ഊറ്റി വെച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് എൻ്റെ ആയുധം എടുത്തു കേട്ടോ. എനിക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഓർമ്മശക്തി ആയതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ മറന്നു പോകും കേട്ടോ. അതായത് മെയിനായിട്ടും ഈ ഡേറ്റും കാര്യങ്ങളും ഒക്കെ കേട്ടോ, ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ കാര്യത്തിൻ്റെ ഡേറ്റൊക്കെ ഞാനിങ്ങനെ വിട്ടുപോകും. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഡയറി ഫുള്ള് നീലൂട്ടൻ്റെ കാര്യങ്ങളാട്ടോ എഴുതി വെച്ചേക്കുന്നത്. അതായത് നീലൂട്ടൻ ജനിച്ചപ്പോൾ തൊട്ടല്ല, നീലൂട്ടനെ പ്രഗ്നൻ്റ് ആയി അറിഞ്ഞിട്ടുള്ള സമയം തൊട്ടിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ഒരു ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കാൻ ചെയ്ത 9ാം മാസം വരെ സ്കാനിങ് ചെയ്ത റിപ്പോർട്ട് വരെ ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞ് നീലൂട്ടൻ എടുത്തിട്ടുള്ള വാക്സിനുകളുടെ ഡീറ്റെയിൽസ് എല്ലാം, വിരമരുന്ന് കൊടുക്കുന്ന ഉൾപ്പെടെ എല്ലാം ഞാൻ ഡേറ്റ് എഴുതി വെക്കും കേട്ടോ. കാരണം ഞാൻ മറന്നു പോകും, ഏത് മാസത്തിൽ എന്തൊക്കെ കൊടുത്തു എന്തൊക്കെ ചെയ്തു എന്നൊക്കെ എഴുതി വെക്കും കേട്ടോ. ഞാൻ മറന്നു പോകും. മറവി ഒരു അസുഖമായിട്ട് എന്നെ പിന്തുടരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ.
പിന്നെ ഇതാ ഈ ഒരു കുഞ്ഞ് ഡയറി അത് എൻ്റെ അലുക്കുലുത്ത് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്ന ഡയറി കേട്ടോ. എൻ്റെ ഓരോ ദിവസം ചെയ്യാനുള്ളതൊക്കെ തലേന്ന് ഞാൻ എഴുതി വയ്ക്കും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഇന്ന് ഇത്ര കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് മറന്നു പോകും. പിന്നെ അതിന് ശേഷം എനിക്കിപ്പോൾ എന്തായാലും പീരീഡ്സ് ആയി കേട്ടോ. പീരീഡ്സ് ആയി കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം തൊട്ട് എനിക്ക് PCODയുടെ ഗുളിക കഴിക്കാനുണ്ട്. അപ്പോൾ ആ ഗുളിക എവിടെയെന്നൊക്കെ ഉള്ളത് തപ്പുക കേട്ടോ. 20 ദിവസം ഞാൻ ഗുളിക കഴിച്ചു. അതായത് പീരീഡ്സ് ആവാനുള്ള ഗുളിക 20 ദിവസമായിരുന്നു കഴിക്കേണ്ടത്. അത് 20 ദിവസം കഴിച്ച് കഴിഞ്ഞ് 22-ാമത്തെ ദിവസം എനിക്ക് പീരീഡ്സ് ആയി. അപ്പോൾ ഇനി 3-ാമത്തെ ദിവസം തൊട്ട് ഈ ഒരു ഗുളിക 21 ദിവസം കഴിക്കാനുള്ള PCODയുടെ ഗുളികയുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിച്ച് തുടങ്ങണം. അപ്പോൾ അതൊക്കെ എടുത്ത് ഇനി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. നാളെ മുതൽ ഇത് കഴിച്ച് തുടങ്ങണം. രാത്രിയിൽ ഓരോന്ന് വെച്ച് കഴിക്കണം കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചു. എൻ്റെ ഹോസ്പിറ്റലിലെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫയലിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ വെച്ചു. നാളെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. ഇത് എന്താ പറയുക, ഉണ്ടെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല കേട്ടോ. പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, കഴുത്തിന് ചുറ്റുമുള്ള പതിവില്ലാത്ത കറുപ്പും പിന്നെ വെയിറ്റ് കൂടുന്നതും ഒക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും സ്കാനിങ്ങിൽ PCOD ആണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ ഒന്നുമില്ല. ഉച്ചയ്ക്ക് മുട്ടയും കൂടെ പൊരിച്ച് നീലൂട്ടന് ചോറ് കൊടുത്താൽ മതി. അപ്പോഴത്തേനും ഞാൻ പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഗായ്സ്. എനിക്ക് വയ്യ, നടുവേദന, വയറുവേദന എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ഇനി വ്ളോഗ് എടുക്കാൻ വയ്യ. ബായ്.